വാസ് അക്കാദമിയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശങ്കർ ആർ ചിതറ. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിലുള്ള കമ്മ്യൂണിസത്തിൻ്റെ രൂപീകരണത്തെപ്പറ്റിയും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെപ്പറ്റിയുമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസത്തെ പറ്റി പരാമർശിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുതാത്ത ചില പേരുകളുണ്ട്. ചില സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ് ആദ്യമായി കമ്മ്യൂണിസത്തെ പറ്റി മനസ്സിലാക്കുന്നതും കമ്മ്യൂണിസം അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി പൊതുജനങ്ങളോട് വിശദീകരിക്കുന്നു. അതിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മൾ ആദ്യം പറയേണ്ട രണ്ട് പേരുകൾ ലാൽ പാൽ ബാൽ എന്ന ആ ത്രയത്തിൽപ്പെടുന്ന ബിപിൻ ചന്ദ്ര പാൽ, ബാലഗംഗാധര തിലക് എന്നിവരെ പറ്റിയാണ്. ലാൽ പാൽ ബാലിലെ പാൽ ആണ് ബിപിൻ ചന്ദ്രപാൽ. ഇതാണ് ബിപിൻ ചന്ദ്രപാൽ. ബാലഗംഗാധര തിലകൻ. ലാൽ പാൽ ബാൽ, അതിലുള്ള ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധര തിലക് എന്നിവർ റഷ്യൻ വിപ്ലവത്തിൻ്റെ ആരാധകരായിരുന്നു. റഷ്യൻ വിപ്ലവം സംഭവിച്ചപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കടുത്ത ആരാധകരായിരുന്നു ബിപിൻ ചന്ദ്രപാലും ബാലഗംഗാധര തിലകനും. ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംഭവ വികാസങ്ങളിൽ ഇവർ വളരെ ആകൃഷ്ടരായി. ലെനിനെ പറ്റി ഇവർ മനസ്സിലാക്കി, റഷ്യൻ വിപ്ലവത്തെപ്പറ്റി ഇവർ മനസ്സിലാക്കി, കമ്മ്യൂണിസത്തെ പറ്റി ഇവർ മനസ്സിലാക്കി. കേവലം ഒരു പാലിലോ ബാലിലോ ഒതുങ്ങുന്നതായിരുന്നില്ല കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രയാണം. പിന്നെയും ഒരുപാട് പേരും ഒരുപാട് പ്രസ്ഥാനങ്ങളും ഈ ഒരു ആശയ സംഹിതയിൽ ആകൃഷ്ടരായി. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാന പേരുകൾ: അബ്ദുൾ സത്താർ ഖൈരി, അബ്ദുൾ സത്താർ ഖൈരി, അബ്ദുൾ ജബ്ബാർ ഖൈരി, ആ കാലഘട്ടത്തിലുള്ള രണ്ട് പ്രവർത്തകരായിരുന്നു ഇവരും കമ്മ്യൂണിസത്തെ പറ്റി മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരാകുകയും ചെയ്തവരാണ്. റഷ്യൻ വിപ്ലവം ഉണ്ടായതിനെ തുടർന്ന് ഇവർ മോസ്കോ സന്ദർശിക്കുകയും സാക്ഷാൽ ലെനിനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഖൈരി ബ്രദേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. മുഗൾ രാജവംശവുമായിട്ടൊക്കെ ചില ബന്ധങ്ങൾ ഉള്ളൊരു ഫാമിലിയിലെ അവസാന പിന്തുടർച്ചക്കാരായിരുന്നു ഇവർ. കുറച്ച് വ്യക്തികളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ്. ഗദ്ദാർ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഗദ്ദാർ പാർട്ടി എന്നും അതറിയപ്പെട്ടു. ഗദ്ദാർ പാർട്ടി എന്ന് വെച്ചാൽ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ആയിട്ടുള്ള, അതായത് NRIs ആയിട്ടുള്ള പഴയ കാലഘട്ടത്തിലെ ഇന്ത്യക്കാർ, പ്രധാനമായിട്ട് ഇവർ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരായിരുന്നു. നോർത്ത് അമേരിക്ക, കാനഡ മുതലായ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ഇവർ മാതൃരാജ്യമായ ഇന്ത്യയുടെ മോചനം ആഗ്രഹിച്ച് രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഗദ്ദാർ മൂവ്മെൻറ്റ്. ഈ ഗദ്ദാർ മൂവ്മെൻറ്റും കമ്മ്യൂണിസം എന്ന ആശയത്തിൽ ആകൃഷ്ടരായി. ഇതിനെല്ലാം പെട്ടെന്നുണ്ടായ കാരണം റഷ്യൻ വിപ്ലവം തന്നെയാണ്. ഗദ്ദാർ മൂവ്മെൻറ്റിന് ശേഷം നമ്മൾ പരിഗണിക്കേണ്ട അടുത്ത മൂവ്മെൻറ്റ് ഖിലാഫത്ത് മൂവ്മെൻറ്റാണ്. ഒരുപക്ഷേ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റും കമ്മ്യൂണിസവുമായിട്ടുള്ള ബന്ധം പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. പക്ഷേ അങ്ങനെയും ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഖിലാഫത്ത് മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള ചില മുസ്ലിം സമുദായക്കാർ ഇന്ത്യ വിട്ടുപോയി. ഇന്ത്യ വിട്ടുപോയ മുസ്ലിങ്ങളിൽ ചില ആൾക്കാർ റഷ്യ സന്ദർശിക്കുകയും അവർ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടരാകുകയും ചെയ്തു. അതിനെ തുടർന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അതിൽ ഭാഗമായിട്ടുള്ള വ്യക്തികളെയും കമ്മ്യൂണിസം എന്ന ആശയ സംഹിത ആകർഷിച്ചു. അതിലൂടെയും കമ്മ്യൂണിസത്തിലേക്ക് അവർ കടന്നു വന്നു വേണം പറയാൻ. മുസ്ലിങ്ങൾ മാത്രമല്ല, കുറച്ച് ഹിന്ദുക്കളും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. നമ്മളിപ്പോൾ മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നടക്കുകയാണ്. വാരിയം കുന്നത്ത് അഹമ്മദ് ഹാജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണോ, ഒരു വർഗീയവാദിയാണോ എന്നൊക്കെയുള്ള പേരിൽ
സമൂഹത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ആ ചരിത്ര സംഭവങ്ങളെ നമുക്കൊരിക്കലും നിഷേധിക്കാനാവില്ല. അപ്പോൾ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ ഹിന്ദുക്കളും ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതാൻ കടന്നു വന്നു. ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കമ്മ്യൂണിസവും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും കമ്മ്യൂണിസം കടന്നു വരുന്നതിൽ ബ്രിട്ടീഷുകാർ അസ്വസ്ഥരായി മാറി. ഇതിനെ തുടർന്ന് ഈ മുളച്ചു പൊന്തുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വേരോടെ പിഴുതെറിയാൻ അവർ ചില ശ്രമങ്ങൾ നടത്തി. അങ്ങനെയുള്ള കൗണ്ടർ മൂവ്മെൻറ്റുകളിൽ ചിലത് ഇവിടെ വിശദീകരിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില മുസ്ലിം പുരോഹിതരെ സ്വാധീനിച്ച് കമ്മ്യൂണിസത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലുമൊക്കെ ആകൃഷ്ടരായിട്ടുള്ള മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇവർ ഫത്വകൾ പ്രയോഗിപ്പിച്ചു അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിനെ തന്നെ രൂപീകരിച്ചു ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയെപ്പറ്റി പരിശോധിക്കാൻ. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ വേരൂന്നി കഴിഞ്ഞാൽ തങ്ങളുടെ മുതലാളിത്ത മോഹങ്ങൾക്കും മുതലാളിത്ത കാഴ്ചപ്പാടുകൾക്കും ഈ പ്രത്യയശാസ്ത്രം ഒരു വലിയ വെല്ലുവിളിയാകും എന്ന് അവർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. അടുത്തതായി ഉണ്ടായ മൂവ്മെൻറ്റ്, ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്ന ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് കൃതികൾ, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കൃതികളെ പരിശോധിക്കുന്നതിനായിട്ട് കസ്റ്റംസ് ഓഫീസേഴ്സിനെ കൊണ്ട് പരിശോധനകൾ വ്യാപകമായി നടത്തിച്ചു. അതിനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന കൃതികൾ കൂടുതലായിട്ട് വിറ്റഴിഞ്ഞാൽ ഈ ആശയത്തെപ്പറ്റിയും മുതലാളിത്ത വിരുദ്ധ കാഴ്ചപ്പാടുകളെപ്പറ്റിയും ലോകത്തുണ്ടാകുന്ന സകല മൂവ്മെൻറ്റുകളെപ്പറ്റിയും ഇന്ത്യക്കാർ മനസ്സിലാക്കും എന്നുള്ളൊരു ഭയം ബ്രിട്ടീഷ് സർക്കാരിനുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇവർ ചെയ്ത മറ്റൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊത്തി നിറച്ച കുറേ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുക എന്നതായിരുന്നു. കമ്മ്യൂണിസം മനുഷ്യവിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്, ഇങ്ങനെയെല്ലാമുള്ള ചില ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച, ഇതിനെല്ലാം സാധൂകരിക്കുന്ന പോയിന്റുകൾ ഉൾക്കൊള്ളിച്ച ചില ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പബ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇവർ പുറത്തിറക്കി. ഇതെല്ലാം നടന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ വ്യവസായങ്ങളിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ വ്യവസായങ്ങൾ, ഫാക്ടറികൾ രൂപം കൊണ്ടു തുടങ്ങി. ഇതിനെല്ലാം തുടർന്ന് തൊഴിലാളികളെ പറ്റിയിട്ടും അവരുടെ ജോലിയെടുക്കുന്ന സമയത്തെ പറ്റിയിട്ടും അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും ഒക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ സമൂഹത്തിൽ ചെറിയ രീതിയിലെങ്കിലും വേരൂന്നി തുടങ്ങി. അതിൻ്റെ ഒരു അടിസ്ഥാനം കമ്മ്യൂണിസമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു പുരോഗതി, അത് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആവശ്യകത എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തൊഴിലാളികളെയും തൊഴിലാളി നേതാക്കളെയും കൊണ്ടുചെന്നെത്തിച്ചു. ഇതിനെ തുടർന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ട്രേഡ് യൂണിയൻ സ്ഥാപിതമാകുന്നത്. ആ ട്രേഡ് യൂണിയൻ, അതിൻ്റെ പേര് AITUC എന്നാണ്. ഇപ്പോഴും ഇത് നിലനിൽക്കുകയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC. 1920 AITUC രൂപീകൃതമാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെട്ട ഒരു ട്രേഡ് യൂണിയനാണ് AITUC. ഇപ്പോഴും ഇത് നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ട്രേഡ് യൂണിയൻ AITUC. 1920 AITUC രൂപീകൃതമായി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് നേതാക്കൾ ഇന്ത്യൻ തൊഴിലാളി ജനതയിൽ നിന്നുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ആശയം
തലച്ചോറിലും സിരകളിലും പേറുന്ന ഒരു കൂട്ടം നേതാക്കൾ, ഒരു കൂട്ടം തൊഴിലാളികൾ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ നമുക്ക് ഈ സംഭവവികാസങ്ങളെ വിശേഷിപ്പിക്കാം. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, 1921 എസ് എ ഡാങ്കെ എന്ന നേതാവ് പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയുണ്ട്. ഗാന്ധി വേഴ്സസ് ലെനിൻ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തെ ലെനിനുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘുലേഖയായിരുന്നു. 1921 ഈ ലഘുലേഖ പുറത്തിറങ്ങുന്നത്. ഗാന്ധി ഇന്ത്യൻ ജനതയിൽ വളരെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ റഷ്യൻ വിപ്ലവ നായകനായിട്ടുള്ള ലെനിനെ ഗാന്ധിയുമായിട്ട് താരതമ്യപ്പെടുത്തി എസ് എ ഡാങ്കെ ഈ ലഘുലേഖ പുറത്തിറക്കി. അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. കമ്മ്യൂണിസത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഒരു രേഖയായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് ഈ ഗാന്ധി വേഴ്സസ് ലെനിനെയാണ്. ഇതൊരു ലഘുലേഖ മാത്രമായിരുന്നു. ഇതിനെ തുടർന്ന് 1922 ഡാങ്കെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മാർക്സിസ്റ്റ് ജേണൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജേണൽ എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന സോഷ്യലിസ്റ്റ് എന്നൊരു പ്രസിദ്ധീകരണം കൂടി പുറത്തിറക്കുന്നത്. ഓർക്കുക, ഗാന്ധി വേഴ്സസ് ലെനിൻ 1921 സോഷ്യലിസ്റ്റ് 1922 AITUC രൂപീകൃതമായത് 1920 ഇതിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ AITUC രൂപീകൃതമായിട്ടുള്ള വർഷം 1920. ഗാന്ധി വേഴ്സസ് ലെനിൻ എന്ന ലഘുലേഖ എഴുതിയത് എസ് എ ഡാങ്കെ 1921. 1922 തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മാർക്സിസ്റ്റ് ജേണൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സോഷ്യലിസ്റ്റ് പുറത്തിറങ്ങി പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഏട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവം 1920 തന്നെ സംഭവിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPI 1920 ഒക്ടോബർ 17 ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കൻഡിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാൻ അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു എന്ന കാര്യം നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം. MN റോയി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടിംഗ് മെമ്പർ. CPI രൂപീകൃതമായതിന് ശേഷം ബംഗാളിൽ രൂപം കൊണ്ടിരുന്ന ചില സായുധ വിപ്ലവ പ്രസ്ഥാനങ്ങളായിരുന്ന അനുശീലൻ, അതുപോലെ യുഗാന്തർ, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളുമായി MN റോയി നിരന്തരം ബന്ധപ്പെടുകയും CPI എന്ന പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത് ഉസ്ബെക്കിസ്ഥാനിലാണ്, പക്ഷേ രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ്, അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ ഇന്ത്യയിൽ ഇതിനൊരു വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനൊരു പ്രസ്ഥാനം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടു എന്ന ഒരു ആശയം ഇന്ത്യൻ ജനതയിൽ എത്തിക്കുന്നതിനായി ബംഗാളിലുള്ള ചില തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളായിട്ടുള്ള അനുശീലനെയും ജുഗാന്തറിനെയും എല്ലാം MN റോയി നിരന്തരം ബന്ധപ്പെട്ടു. ആ ആശയങ്ങൾ അവരിലേക്ക് പകർന്നു നൽകി. ഇതോടൊപ്പം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു. ഇവയ്ക്കൊരു ഏകീകൃത സ്വഭാവമില്ലായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചേറിക്കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസാഫർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എസ് എ ഡാങ്കയുടെ നേതൃത്വത്തിൽ ബോംബെ,
അപ്പോൾ മുസാഫർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ ബംഗാളിലും എസ് എ ഡാംഗയുടെ നേതൃത്വത്തിൽ ബോംബെയിലും അതോടൊപ്പം സിംഗാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിൽ മദ്രാസിലും ഷൗക്കത്ത് ഉസ്മാനിയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് പ്രൊവിൻസിലും ഗുലാം ഹുസൈന്റെ നേതൃത്വത്തിൽ പഞ്ചാബിലും ആയിരുന്നു ഇത്തരത്തിലുള്ള ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റി ഉണ്ടായത് സിംഗാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിൽ മദ്രാസിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിനാണ്. LKPH എന്നായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത്. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ, ഇതായിരുന്നു LKPH. സിംഗാരവേലു ചെട്ടിയാർ മദ്രാസിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ, LKPH. മറ്റൊരു പ്രത്യേകത കൂടി ഈ മൂവ്മെന്റിനുണ്ടായിരുന്നു. ഇത് രൂപീകരിക്കപ്പെട്ട വർഷം, മാസം, ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. 1923 മെയ് 1 നമുക്കെല്ലാം വളരെ പരിചിതമായൊരു ദിവസമാണ്. ലോക തൊഴിലാളി ദിനമാണ് മെയ് 1. ഇന്ത്യയിൽ ആദ്യമായി മെയ് 1 ആചരിക്കപ്പെട്ടത് ഈ LKPH, ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ചെങ്കൊടി, റെഡ് ഫ്ലാഗ് ഉപയോഗിക്കപ്പെട്ടത് ഇതേ LKPHന്റെ മെയ് ദിനാഘോഷത്തിലായിരുന്നു. അവർ രൂപീകരിക്കപ്പെട്ട 1923 മെയ് 1 ആ തൊഴിലാളി ദിനത്തിലാണ് സിംഗാരവേലു ചെട്ടിയാർ മദ്രാസിലുള്ള തൊഴിലാളികളെ ഏകോപിപ്പിക്കാൻ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുവാനായിട്ട് മാറ്റിവെച്ചത്. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനമായും 1921 മുതൽ 1924 വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ശക്തമായി ഇന്ത്യൻ ജനതയിലേക്ക് എത്തിച്ചേർന്ന ഈ കാലഘട്ടത്തിൽ 3 ഗൂഢാലോചന കേസുകൾ, 3 കോൺസ്പിറസി ട്രയൽസ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുമെതിരെ ഉണ്ടായി. അതിലേറ്റവും ആദ്യത്തേത് പെഷവാർ കോൺസ്പിറസി കേസായിരുന്നു. പെഷവാർ കോൺസ്പിറസി കേസ്. പിന്നെയുള്ളത് മീററ്റ് കോൺസ്പിറസി കേസായിരുന്നു. മീററ്റ് കോൺസ്പിറസി കേസ്. മൂന്നാമത്തേതും ഏറ്റവും പ്രസക്തമായിട്ടുള്ളതുമായിരുന്നു കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി കേസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി കേസാണ്. എസ് എ ഡാംഗെ, MN റോയ് എന്നീ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി കേസിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി, ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച ഇന്ത്യയുടെ അക്കാലത്തെ നിയമവ്യവസ്ഥിതിക്ക് വിധേയരാകേണ്ട അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥിതിയുടെ ഭാഗമായ ചില കേസുകളിൽ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. എസ് എ ഡാംഗെ, MN റോയ്. അവരുടെ മുകളിൽ ചുമത്തപ്പെട്ട കുറ്റം അല്ലെങ്കിൽ അവരുടെ മേൽ ചാർത്തപ്പെട്ട അപരാധം മുതലാളിത്ത രാഷ്ട്രമായ ബ്രിട്ടനിൽ നിന്നും
ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ പരിശ്രമിക്കുന്നു എന്നതായിരുന്നു. ഇന്ത്യയെ വിഭജിക്കാൻ, ഇന്ത്യയെ വേർപ്പെടുത്താൻ ഇമ്പീരിയലിസ്റ്റിക് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയുടെ സെപ്പറേഷൻ ആവശ്യപ്പെട്ടു എന്നതായിരുന്നു കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി കേസിൽ എസ് എ ഡാംഗെയ്ക്കും എം എൻ റോയ്ക്കും മേൽ ചുമത്തപ്പെട്ട കുറ്റം. അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പല പ്രദേശങ്ങളിലായിട്ട് വിഭജിച്ച് കിടന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഒരു ഏകീകൃത ചട്ടക്കൂടിലെത്തി എന്നുള്ളതാണ്. യൂണിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 1925 ഡിസംബർ 25 ഈ ഒരു വർഷവും മാസവും തീയതിയും വളരെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 1925 ഡിസംബർ 25 ഒരു കോൺഫറൻസ് നടന്നു. ഈ കോൺഫറൻസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കപ്പെട്ടു. ഓർക്കുക, താഷ്കൻഡിൽ വെച്ച് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളതല്ല, ഇന്ത്യയിൽ ചിതറിക്കിടന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം ഏകീകൃതമായ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു പേര് ഇവിടെ വെച്ച് നൽകി. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസം ഇൻ ഇന്ത്യ, ഇന്ത്യൻ കമ്മ്യൂണിസം, അതിൻ്റെ ഒരു പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നൽകി. LKPH സിംഗാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിൽ മദ്രാസിലുണ്ടായി വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ നടത്തിയ LKPH ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ഈ തീയതി ലയിച്ചു ചേർന്നു. ഈ തീയതി നടന്ന കോൺഫറൻസിനെ തുടർന്ന് ലയിച്ചു ചേർന്നു. ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആവിർഭാവം, ആശയങ്ങൾ എങ്ങനെ ഇന്ത്യൻ ജനതയിലേക്ക് എത്തി, എങ്ങനെ ആദ്യകാല നേതാക്കൾ ഉണ്ടായി, എങ്ങനെ ഈ പ്രസ്ഥാനത്തിലൂടെ വേരോട്ടമുണ്ടായി മുതലായ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുമാണ് നമ്മൾ പരിശോധിച്ചത്. ഇനിയിപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇപ്പോഴുള്ള ചില പാർട്ടികൾ നമുക്കത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി CPI, ഏറ്റവും ആദ്യം രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. CPIയിൽ നിന്ന് വേർപെട്ട് രൂപപ്പെട്ട CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPIML, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിസ്റ്റ്. MCPI, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. MCC, മാർക്സിസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റി. ഇത് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് ഉള്ള സംഘടനയാണ്. പിന്നെയുള്ളത് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് ബംഗാളിൽ മാത്രമായിട്ടുള്ള ഒരു സംഘടനയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനകളാണ് ഇവയെല്ലാം. ഇവയിൽ CPI, CPIM മുതലായവ ദേശീയ പാർട്ടികളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ ഇരുന്നിട്ടുള്ള പാർട്ടികളാണ് CPIയും CPIMും മുതലായിട്ടുള്ളവ. ഇന്ത്യൻ കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് ഒരു അടിസ്ഥാനം, ഇന്ത്യൻ കമ്മ്യൂണിസം എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ ഇന്ത്യയിൽ കമ്മ്യൂണിസം കടന്നു വന്നു, ആരൊക്കെയാണ് ഇതിൻ്റെ മുൻഗാമികൾ, ആരെയെല്ലാമാണ് കമ്മ്യൂണിസം ആദ്യമായി സ്വാധീനിച്ചത്, ഇതിനെല്ലാം പറ്റി നിങ്ങൾക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.